സഫാരിക്കയിൽ ഇതേ പുലി അമ്പോ എന്താ കൊമ്പൻ കുട്ടിക്കൊമ്പനാണേ. കണ്ണു നോക്കി തൊട്ടടുത്ത് നിൽക്കുക കേട്ടോ. ചാർജ് ചെയ്ത് വരുന്നുണ്ടോ? നമ്മുടെ സ്റ്റേയുടെ മുറ്റത്ത് തമ്പടിച്ച് നിൽക്കുന്ന പോത്തിൻകൂട്ടങ്ങളൊക്കെ ഉണ്ടോ? മാവോ പോത്തൊക്കെ ആയിട്ട്. ഇത് സ്റ്റേയുടെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കരടി പോകുന്നത് കണ്ടോ? എന്താല്ലേ കരടി അമ്പുള്ളി വന്നിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സ്റ്റേയുടെ മുന്നിൽ നിൽക്കുന്ന ആനക്കൂട്ടം കേട്ടോ. നമ്മുടെ സ്റ്റേയുടെ താഴെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നിൽക്കുന്ന ആനക്കൂട്ടം 5 എണ്ണം ഉണ്ട്. 4 എണ്ണം നമുക്ക് കാണാം, ഒരെണ്ണം ഇങ്ങേ സൈഡിലുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും കാട്ടിലേക്കാണ്, മറ്റൊരു കാട്ടിലേക്കാണ്. ഇപ്പോൾ നമ്മളുള്ള ആനമല ടൈഗർ റിസർവിലെ ആണുള്ളത്. ആനമല ടൈഗർ റിസർവിലെ കിടിലം ഒരു സ്റ്റേയിലേക്കാണ് നമ്മളിപ്പോൾ സ്റ്റേയിലേക്ക് എത്തിയിരിക്കുകയാണ്. അമ്പുള്ളി ഇല്ലെന്ന് പറയുന്ന കിടില സ്റ്റേയിലേക്കാണ്. ശക്തമായ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. നിങ്ങൾക്ക് എൻ്റെ വോയിസ് കിട്ടും, അതിൻ്റെ കാറ്റിന് ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നല്ല ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചാറ്റൽ മഴ, കാറ്റ്, തണുപ്പ്, കോട, ഇതുകൊണ്ടെല്ലാം അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാട്ടോ. നമ്മളിവിടെ എത്തി. നമ്മളിത് എന്താ ലൊക്കേഷൻ എന്ന് നോക്കിയേ, സെറ്റല്ല ഇവിടെ. നമ്മളിത് ഇതിന് നമ്മുടെ സ്വന്തം വണ്ടിയിൽ നമുക്ക് ഇവിടം വരെ വരാൻ പറ്റും. ഏകദേശം ടോപ്പ് സ്ലിപ്പിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരത്തേറെ അകത്തിലാണ് ഈ സാധനം ഇരിക്കുന്നത്. ഇടുക്കം ക്ലൈമറ്റാട്ടോ. അപ്പോൾ അമ്പുള്ളി ഇല്ലത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് നമ്മുടെ ചാനലിലുള്ളത്. എന്തായാലും പെരിയാറിലെ കടുവയുടെ കാഴ്ചകൾക്ക് ശേഷം ആനമലയിലെ പുതിയ കാഴ്ചകൾ തേടിയുള്ള യാത്രയിലാണ്. ആകാശം നല്ലപോലെ ഇരുണ്ടട്ടോ. അതിൻ്റെ ഒരു നമുക്ക് പറയാം നട്ടുച്ച സമയമാണ്. നട്ടുച്ച സമയത്ത് ഇവിടുത്തെ കാറ്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അത്ര മനോഹരമായ ഒരു ഡെസ്റ്റിനേഷനാണ്. ഞാൻ ഇതിനു മുമ്പ് 2-3 തവണ വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 തവണ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോഴും നമുക്ക് പല പല ക്ലൈമറ്റിലാണ്. തണുപ്പ് കാലത്തൊരു എക്സ്ട്രീം ലെവൽ ക്ലൈമറ്റ് തരുന്ന സ്ഥലമാണിത്. കിട്ടിലം കാഴ്ചകളാണ് നമുക്കിവിടെ തരുന്നത്. എന്താണെങ്കിലും ഇതിൻ്റെ പരിസരത്ത് ആനകൾ ഇഷ്ടംപോലെ ആനിമൽസ് വരട്ടെ, മൃഗങ്ങൾ വരട്ടെ എന്നുള്ള ഇത് പറയുന്നത്. ഇന്നലെ ഇവിടെ ആനയുണ്ടായിരുന്നു, കരടി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. എനിവേ എന്തായാലും ആനമല ടൈഗർ റിസർവിലെ അമ്പുള്ളി ഇല്ലത്തു നിന്നുള്ള വിശേഷങ്ങൾ നമുക്കിവിടെ തുടങ്ങാം. ആനമല ടൈഗർ റിസർവിൻ്റെ കവാടം കഴിഞ്ഞ് അകത്തേക്ക് കയറാൻ ഇപ്പം മഴക്കാലമായതുകൊണ്ട് നല്ല ഭംഗി കേട്ടോ. നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കും പോകുന്നത് ഈ സെയിം റൂട്ടാണ്. ആനമല ടൈഗർ റിസർവിൻ്റെ കവാടം കയറി ആണ് നമുക്ക് പറമ്പിക്കുളത്തേക്കും പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മഴയെല്ലാം പെയ്ത് കാടിന് നല്ല പച്ചപ്പായിരിക്കുകയാണ്. നല്ല കിടിലൻ ക്ലൈമറ്റും കിടിലൻ കാലാവസ്ഥയും കാടിൻ്റെ പച്ചപ്പും ഒക്കെ അടിപൊളിയാട്ടോ. ടോപ്പ് സ്ലിപ്പിൻ്റെ അവിടെ നിന്ന് കയറിയപ്പോൾ തന്നെ നമുക്കിത് മാനിൻ്റെ ഒരു കൂട്ടത്തെ കിട്ടിയിട്ടോ. എല്ലാം പുല്ലൊക്കെ തിന്ന് നല്ല റെസ്റ്റ് എടുത്ത് കിടക്കുക. കുറേ അധികമുണ്ട്. ടോപ്പ് സ്ലിപ്പിൽ നിന്ന് നമ്മൾ കയറി കാടിനുള്ളിലേക്ക് കയറി കേട്ടോ. നമ്മൾ പോകുന്ന അമ്പുള്ളി ഇല്ലത്തിലേക്കാണ്. ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക് നമ്മൾ പോകണം. ഈ സഫാരി ജീപ്പുകൾ പോയിട്ട് വരുന്ന കേട്ടോ. അമ്പുള്ളി പോകുന്ന വഴി തന്നെയാണ് സഫാരി പോകുന്നതും. അതുപോലെ തന്നെ കോഴിക്കാമുത്തി എലഫൻറ്റ് ക്യാമ്പ് ഉണ്ടല്ലോ, നമ്മുടെ കല്ലിയുമൊക്കെ ഉള്ളത്, അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത് ഈ വഴിയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ അമ്പുള്ളി ഇല്ലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ കോഴിക്കാമുത്തി ക്യാമ്പിലേക്കും സഫാരി ജീപ്പുകളൊക്കെ പോകുന്നത്. എന്താട്ടോ നമ്മൾ ടോപ്പ് സ്ലിപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഏകദേശം 2-3 കിലോമീറ്റർ ഉള്ളിലാട്ടോ. അദ്ദേഹം ഈ കുന്നിൻ്റെ മുകളിലിരിക്കുന്നതാണ് ടോപ്പ് അമ്പുള്ളി ഇല്ലം. ഇതിൻ്റെ താഴെയെല്ലാം നിറച്ചിപ്പോൾ മഴ പെയ്തുകൊണ്ട് പുല്ലെല്ലാം നല്ല കിളുത്ത് നല്ല പച്ചപ്പായിട്ടിരിക്കുന്നുണ്ടോ. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ സാന്നിധ്യം കൂടുതലാവാൻ സാധ്യതയുണ്ട്. മൃഗങ്ങളെല്ലാം തമ്പടിക്കുന്ന ഒരു സ്ഥലമാണ് തന്നെ. പിന്നെ രസം നോക്കിയാൽ കാണാനായിട്ട്. അമ്പുള്ളി ഇല്ലത്തിൻ്റെ താഴ്വശത്തെ പുൽമേട് പോലെ കിടക്കുന്ന സ്ഥലമാണ്. എന്ത് ഭംഗിയെന്ന് നോക്കി, നല്ല പച്ച വിരിച്ച് നിൽക്കുന്നു. ഇത് തന്നെയാണ് ഇവിടെ ഏറ്റവും നല്ല അട്രാക്ഷൻ. നമ്മൾ കുന്നിൻ മുകളിലിരുന്ന് ഈ പുൽപ്പരപ്പിൽ നിൽക്കുന്ന വന്യമൃഗങ്ങളെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് കാണണമെങ്കിൽ ഈ അമ്പുള്ളിയിലേക്ക് തന്നെ വേണം വരുവാനായിട്ട്. അത്ര മനോഹരമായ ഒരു സ്ഥലമാണിത്. നമ്മളിങ്ങനെ ചുറ്റി വളഞ്ഞ് വേണം അങ്ങ് പോകുവാനായിട്ട്. ഇതായിട്ട് നമ്മൾ സ്റ്റേയുടെ മുമ്പിൽ നമ്മൾ എത്തി. ഇതിൻ്റെ വണ്ടിയായിട്ടാണ് നമ്മൾ പോന്നേക്കണേ. ആ വരുന്ന വഴി കൂടെയാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. അതെ, നമ്മൾ വന്നപ്പോൾ ഇത്രയും കാറ്റടിച്ച് തുടങ്ങി. ഒരു രക്ഷയില്ല കേട്ടോ, മഴയുണ്ട്. സെറ്റപ്പ് സ്ഥലമാണെന്ന് പറയുക. ആനമല ടൈഗർ റിസർവിലെ ഏറ്റവും കിടിലൻ സ്റ്റേകളിലൊന്നും ഇതാട്ടോ.
അമ്പുള്ളിയെല്ലാം 4 റൂമുകളാണുള്ളത്. ഒരു റൂമിൽ 3 പേർക്കാണ് അലവ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ 2 റൂമും ഒരു സൈഡിൽ മറ്റു സൈഡിൽ 2 റൂമും. ഇതൊരു ഞാൻ പറഞ്ഞില്ല റൂഫ് ടോപ്പ് കണ്ടോ. റൂഫ് ടോപ്പിൽ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ 360 4 ഡയറക്ഷനിൽ നമുക്കിതിന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ രാത്രിയിലിരുന്ന മൃഗങ്ങളെ ഈ ഫ്രണ്ടിൽ വരുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് വാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. എത്ര മനോഹരമായ ലൊക്കേഷനാണെന്ന് നോക്കിയേ. പച്ചപ്പൊക്കെ നിറഞ്ഞുകൊണ്ട് മനോഹരമാണ് ഈ സ്റ്റേ. ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് സ്റ്റേ ചെയ്യാൻ കൊതിക്കുന്ന ഒരു സ്ഥലമാട്ടത്. അത്രയും ഒരു ക്ലിയർ ആംബിയൻസിൽ, സൂപ്പർ ആംബിയൻസിൽ ഒരുക്കിയിരിക്കുന്ന സ്റ്റേ ആട്ടത്. നമ്മൾ അമ്പുള്ളി ഇല്ലത്തിൻ്റെ അകത്തേക്ക് കയറും കേട്ടോ. ഹാള് കയറി വരുമ്പോൾ ഉള്ളൊരു ഹാളാട്ടോ അത്. ഈ അമ്പുള്ളി ഇല്ലത്തിൽ നമ്മൾ 2ാം നിലയിലാണ് താമസിക്കുന്നത്. താഴെ ഫുഡിനുള്ള ഡൈനിങ് ഏരിയയും ഹാളും കിച്ചണുമാണ്. പിന്നെ സ്റ്റെപ്പ് കയറി നമ്മൾ മേളിൽ ചെല്ലണം. മേളിലാണ് 4 റൂമുകളുള്ളത്. ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എവിടെ നിന്നാലും നമുക്ക് നല്ല ക്ലിയർ സൈറ്റിങ് കിട്ടും. ഒരു കുന്നിൻ്റെ മുകളിലിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ റൂഫ് ടോപ്പിൽ ചെന്നാലും നമ്മൾ 360 നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതാണ് റൂം. ഉണ്ടോ. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ അവരെല്ലാം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. പുതിയ പുതിയ കട്ടിലുകൾ, മേശകൾ, അലമാരകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള കാഴ്ച. നമ്മൾ കയറി വന്ന വഴിയാട്ടോ അത്. ഉണ്ടോ. അമ്പുള്ളി ഇനത്തിൻ്റെ മുൻവശമാട്ടെ കാണുന്നത്. ഇവിടുത്തെ ഈ മൈതാനം പോലെ കിടക്കുന്ന ഈ ഗ്രാസ് ലാൻഡ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് വന്യമൃഗങ്ങൾ തമ്പടിക്കുന്നതാണ്. ആനയും കാട്ടുപോത്തും ഒക്കെ ആയിട്ട് എന്നും മേയാൻ വരുന്നൊരു സ്ഥലമാട്ടോ. പിന്നെ ഈ അമ്പുള്ളി ഇനത്തിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കരടികളുടെ സാന്നിധ്യം ഡെയിലി ലഭിക്കുന്നതാണ്. നമുക്കെന്താണെങ്കിലും ഇന്ന് കരടിയുടെ സാന്നിധ്യം കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഈ പാറയിലും ഇതേ ബെഞ്ചിലും ഒക്കെയായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് വന്യമൃഗങ്ങളെ കാണാൻ സാധിക്കും. ഇതിന് ഫെൻസിങ്ങോ ഇലക്ട്രിക് ഫെൻസിങ്ങോ ട്രെഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഗവൺമെൻറ് പോലെയല്ല. ഇവിടെയൊന്നും യാതൊരു ഫെൻസിങ് ഒന്നും, യാതൊരു നിയന്ത്രണങ്ങളോ ഒന്നുമില്ല. നമ്മൾ മുകളിലാണ് താമസിക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനായിരിക്കും നല്ലത്. അത്രയും കാടിൻ്റെ നടുവിലിരിക്കുന്നത് കൊണ്ടും കരടിയും ഒക്കെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ആനയും പുലിയും ഒക്കെ വരുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും രാത്രിയിൽ ഞാനിവിടെ പുറത്തിരിക്കാൻ ഇത് പ്രോത്സാഹിപ്പിക്കില്ല. ഇരിക്കാതിരിക്കുകയാണ് നല്ലത്. ഇരുട്ടത്ത് നമ്മൾ പുറത്തിറങ്ങിയിരിക്കരുത്. ഹായ്, ബിബിനാണ്, ഡോട്ട് ഗ്രീൻ ബിബിനാണ് നമ്മുടെ കൂടെ എന്നുള്ള 2 പേരോടെ ഉണ്ട്. അവരിറങ്ങിയില്ല. ഇല്ല, അവർ റൂമിൽ ബാഗൊക്കെ വെക്കാൻ വന്നുള്ളൂ. വന്ന് കയറുന്നേ ഉള്ളൂ കേട്ടോ. എന്നാൽ കിടിലം സ്ഥലം അറിയാം. അടിപൊളിയല്ലേ? കിടു ഒന്നും പറയാനില്ല. ഹെവി ആംബിയൻസ്. എന്തെങ്കിലും സൈറ്റിങ്സ് കിട്ടിയാൽ ബോണസ് തരുന്നാൽ മതി. അതല്ല തന്നെ സ്ഥലം തന്നെ വെർത്താണ്. അത്ര മനോഹരമായ ലൊക്കേഷൻ. ഇപ്പോൾ നല്ല പച്ചപ്പാണ്. കിട്ടില്ല. പുല്ലൊക്കെ മഴയായപ്പോഴത്തേക്കും പുല്ലൊക്കെ വളർന്നു നോക്കി മുഴുവൻ പച്ചപ്പ്. അടിപൊളി സ്ഥലം. സ്റ്റേ റൂമൊക്കെ നല്ല ക്ലീൻ അല്ലേ? നല്ല ക്ലീൻ. അതെ അതെ. ഇവർ എന്നാൽ റേറ്റ് കൂടുതലും മേടിക്കുന്നുമില്ലോ. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ്, നല്ല കിടിലൻ. ഒന്നും പറയാനില്ല കേട്ടോ. ഇത് ഇത്രയും കാലം എന്തുകൊണ്ടാണ് വരാതിരുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. നിങ്ങൾ വന്നിട്ടുണ്ട് 2 പ്രാവശ്യം ചെയ്തല്ലേ? 2 ചെയ്തത് 3ാമതാണ്. അടിപൊളി. വീണ്ടും വരാൻ തോന്നും. ഓ തീർച്ചയായിട്ടും. വാണ്ടർ സ്റ്റോറി നിതിനാട്ടോ. അടിപൊളി സ്ഥലം കേട്ടോ. സജസ്റ്റ് ചെയ്തതിന് താങ്ക് യു. അടിപൊളിയല്ലേ? അടിപൊളി. ഉണ്ണി എന്തി? ഉണ്ണി അകത്ത് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാം. 2 വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. 2 സൈഡിന് ഷെഡുണ്ട്. അകത്തിടുവായിരിക്കും നല്ലത്. സീത ട്രാവൽ ഉണ്ണിയുണ്ട്. ഞങ്ങൾ 4 പേര് കൂടി കേട്ടോ വന്നവിടെ. നമ്മൾ തകർക്കും. എല്ലാം വന്നാൽ മതി. ഇനി ഉറപ്പായിട്ട് വരും. വൈകുന്നേരം വരെ ഒരാൾ വെയിലത്ത് കയറിയിരിക്കണം. ഉച്ചയോടുകൂടി അമ്പുള്ളി എത്തി നമുക്ക് ആനമല ടൈഗർ റിസർവിലെ സഫാരി നമുക്ക് ലഭിച്ചില്ല കേട്ടോ. ജിപ്സി എടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ജിപ്സി ലഭിച്ചില്ല. ഞങ്ങൾ നേരെ പറമ്പിക്കുളത്തേക്ക് പോയി. അപ്പോൾ ഈ അമ്പുള്ളി എല്ലാം എടുത്താൽ നമുക്ക് പറമ്പിക്കുളത്തേക്ക് പോയി അവിടുത്തെ സഫാരിയൊക്കെ എടുത്ത് വൈകുന്നേരം തിരിച്ചു വരാനൊക്കെ സാധിക്കും കേട്ടോ.
പറമ്പിക്കുളത്തെ സഫാരിക്ക് ആളൊന്നിന് 400 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെ ചിലപ്പോൾ സഫാരി ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഇവർ തരാറുണ്ട്. എന്നാണല്ലോ ഞങ്ങളുടെ സഫാരി ആരംഭിച്ചു ഞങ്ങൾ ബസ്സിന് തന്നെയാണ് പോയത്. മഴക്കാലമായതുകൊണ്ട് സൈറ്റിങ്സ് കൂടുതൽ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. പയ്യെ ഒളിഞ്ഞു നോക്കുക. പിന്നെ അവിടെ സിമ്പിൾ സിഗ്നൽസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കയറിയപ്പോൾ തന്നെ നമുക്കിത് ആനക്കൂട്ടത്തെ കിട്ടിയിട്ടോ. കുട്ടിക്കൊമ്പനൊക്കെ അടക്കമുള്ളൊരു 3-4 ഗ്രൂപ്പാണ് കാടിനുള്ളിൽ ഞങ്ങൾ നടക്കുക. ഇപ്പോൾ പറമ്പിക്കുളത്തേക്കുള്ള സഫാരി എന്താണെങ്കിലും വെറുത്തായിട്ടോ. കിടിലൻ കാഴ്ചകളല്ലേ. കയറിയപ്പോൾ തന്നെ ദേ തേക്കിൻകാടാണ് ശരിക്കും. അതിൻ്റെ അടുത്തോടെ നടക്കുന്ന ആനക്കൂട്ടം കേട്ടോ. 4-5 ഉണ്ട്. നമ്മളെയൊന്നും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. എന്നാണേലും ഇവിടുത്തെ കാഴ്ചകൾ അടിപൊളിയായി. സഫാരി തുടങ്ങിയപ്പോൾ തന്നെ ഈ ആനകളുടെ വിഷ്വൽസ് കിട്ടിയത് ഒരു ഭയങ്കര ഇതാട്ടോ. നമുക്ക് എന്തില്ല കാഴ്ച. ഏതൊക്കെ കാട്ടിലേക്ക് പോയാലും ഒരു ആനയെ കിട്ടിയില്ലെങ്കിൽ ഒരു സുഖമില്ലയെന്ന് പറയുന്ന പോലെ ഈ ആനകളുടെ വിഷ്വൽ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഹരമാട്ടോ. നാളും അവയെല്ലാം അതിൽ കാടിനുള്ളിലൂടെ ഇങ്ങനെ മതിച്ച് നടക്കുകയാണ്. ഇപ്പോൾ നല്ല സൈറ്റിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. ആനയും പോത്തൊക്കെ ആയിട്ട് നല്ല സൈറ്റിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പുല്ലെല്ലാം നല്ലപോലെ പച്ചപ്പായതുകൊണ്ടും ഒക്കെ നല്ല എല്ലാം തീറ്റ തേടി ഇങ്ങനെ ഇറങ്ങിയെടുക്കുകയാണ്. അതുപോലെ തന്നെ ചൂടൊന്നുള്ള ക്ലൈമറ്റ് അല്ലല്ലോ, മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇതൊക്കെ തന്നെ ഈ റോഡ് സൈഡുകളിൽ തന്നെ കാണുമെന്നാണ് പറയുന്നത്. എല്ലാ ചപ്പിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഒരുപാട് റോഡിനോട് അടുത്ത് തന്നെയാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി വിഷ്വൽ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. ചെറിയൊരു കുട്ടിക്കൊമ്പനാണ്. എന്നാലും 5-6 ആനകളുടെ കാഴ്ചകളോടുകൂടി നമ്മുടെ സഫാരി അടിപൊളിയായില്ലേ. പിന്നെ നമ്മളിനി ഇവിടുന്ന് നേരെ ഇങ്ങനെ നമ്മുടെ കന്നിമാര തേക്കിൻ്റെ അങ്ങോട്ടുള്ള ഒരു ഇതാട്ടോ. കന്നിമാര തേക്കിൻ്റെ വിഷ്വലൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. തേക്കും പ്ലാന്റേഷനാണ് ഇത് ഫുള്ള്. പഴയ കാലത്ത് അമ്പുള്ളിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സായിപ്പ് നട്ടു വളർത്തിയതാണ് വനം ആക്കി. ഇവിടുന്ന് മരങ്ങളെല്ലാം വെട്ടിമാറ്റിയതിന് ശേഷം വീണ്ടും നച്ചുപിടിപ്പിച്ചതാണ് ഈ കാടെല്ലാം. ഏത് കാട്ടിലേക്ക് യാത്ര ചെയ്താലും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നത് ഈ മാനുകളൊക്കെ തന്നെയാണ് കേട്ടോ. കന്നിമാറ തേക്കിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വയലാണ്. നിങ്ങൾ പോയിട്ടുള്ളവരാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ വയലിലാണ് മിക്കവാറും ഈ മൃഗങ്ങളെല്ലാം നിൽക്കുന്നത്. ഇപ്പോൾ അതുപോലെ ഒരു കൂട്ടം കാട്ടുപോത്തുകൾ നടക്കുന്നുണ്ടോ. എന്നൊക്കെ കാട്ടി എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് കാട്ടുപോത്ത് തന്നെയുണ്ട് വയൽ വരുക. അതിന് നമ്മൾ മാറ്റാനൊന്നും പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഈ മ്ലാവുകളൊക്കെ മേയുന്നുണ്ട്. ഒരു വലിയ കൂട്ടമാണ്. ഇതിങ്ങനെ ചെതറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര കൃത്യമായിട്ട് തന്നെ വിഷ്വൽ എടുക്കാൻ പറ്റുന്നില്ല. എല്ലാം ചെതറി നിൽക്കുക. ഇവിടെ വന്നാൽ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊന്നും സാധിക്കില്ലല്ലോ. വണ്ടിയിൽ ഇരുന്ന് തന്നെ വേണം. പിന്നെ ഈ വണ്ടിക്കൊരു ദൂഷ്യവശം എന്തെന്ന് വെച്ചാൽ ഇതിന് ഗ്ലാസ്സുള്ള വണ്ടികളാണ്. അതുകൊണ്ട് കൃത്യമായി വിഷ്വൽ എടുക്കാനുള്ള ഭയങ്കര പാടാണ്. കബനിയിലെയും ബന്ദിപ്പൂരിലൊക്കെ സഫാരി വണ്ടികൾക്കൊക്കെ ഗ്ലാസ് ഇല്ലല്ലോ. അതുകൊണ്ട് കൃത്യമായി നമുക്ക് ക്യാമറ കടത്തുവാനൊക്കെ സാധിക്കും. ഇതിന് മുഴുവൻ ഗ്ലാസ്സാണ്. ഇതേ മ്ലാവും പോത്തും എല്ലാം വയലിലങ്ങനെ തിന്നും മതിച്ച് നടക്കുക കേട്ടോ. സമയം ഏകദേശം ഒരു 4 മണി ആവാറായി. 3:30-3:45 ആയി. കാട്ടുപോത്തുകളെയൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ സഫാരി വീണ്ടും അങ്ങ് പോയിട്ടോ. കാടിന് നല്ല പച്ചപ്പായതുകൊണ്ട് നല്ല ഭംഗിയപ്പോൾ ഈ കാടുകളിലേക്കുള്ള യാത്രകൾ. സൈറ്റിങ്സൊക്കെ ഉപരി നമുക്ക് വനഭംഗി, കാടിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കന്നിമാറ തേക്കിൻ്റെ അവിടെ പോയിട്ടൊക്കെ തിരിച്ചു വന്നപ്പോൾ ഇതേ ആനകളെല്ലാം റോട്ടിൽ, എല്ലാ റോഡ് സൈഡിലും. അതേ ഈ കുട്ടിക്കൊമ്പനാണ് റോഡ് സൈഡിൽ. ഈ പഴയ നമ്മൾ ആദ്യം കണ്ട വിഷ്വലിൽ ആനക്കൂട്ടങ്ങളാണോ എന്നറിയില്ല. പക്ഷെ അത് ഒരുപാട് ദൂരെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് കണ്ടത് നമ്മൾ അവിടെ നിന്ന് കയറി ഉടനെ തന്നെ കണ്ടതാണ്. ഇതിപ്പോൾ കന്നിമാറ തേക്കിൻ്റെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി ഇത് അവിടെ കിട്ടിയതാട്ടോ. ഇനി കാട് വഴി ഉമ്മാരെല്ലാം കൂടി ഇതിനകത്തേക്ക് കയറിയതാണോ എന്നും അറിയില്ല. എന്താണേലും അതിൻ്റെ അകത്തും ഉണ്ടായിരുന്നു ഇതുപോലൊരു കുട്ടിക്കൊമ്പൻ. ഞങ്ങളൊരു അരമണിക്കൂർ കൊണ്ട് ഇവ ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുമെന്നൊന്നും അറിയത്തില്ലല്ലോ. അത്രയും സമയം ഉണ്ടാവും. അത് വേറെ ഗ്രൂപ്പാണോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഇവയെല്ലാം റോഡ് സൈഡിലാണ്. ഈ കുട്ടിക്കൊമ്പനാണെങ്കിൽ റോഡിനോട് ചേർന്ന് ബസ്സിൻ്റെ തൊട്ടടുത്താട്ടോ ഇരിക്കുന്നത്. ബാക്കിയുള്ള ഇതെല്ലാം കാടിൻ്റെ ഉള്ളിലേക്കിടെയാണ്. അതിനൊന്നും കൃത്യം എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. ചപ്പിൻ്റെ ഉള്ളിലാണ്. ഇവനിങ്ങനെ റോഡ് സൈഡിൽ ചേർന്ന് നിൽക്കുക. അവൻ നമ്മളെയൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. പുള്ളിയുടെ പണി തുടരും കേട്ടോ. ഇവനൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വലിയ ടസ്കറായി മാറാനുള്ളതാണ്. പിന്നെ നമ്മളെ കാണുമ്പോഴൊക്കെ ചിലപ്പോൾ ഓടി വരാനും ചാർജ് ചെയ്യാനുള്ള കാര്യം. ഇപ്പം എന്താണെങ്കിലും അവനെ കൊണ്ട് യാതൊരു ശല്യമില്ല. വണ്ടി നിർത്തിയൊന്നും പുള്ളി അറിയണ പോലുമില്ല.
തീറ്റ തന്നെയാണ്. തൊട്ട് ചേർന്ന് വണ്ടിയുടെ ചേർന്നാണ് നിൽക്കുന്നത്. അമ്പോ, എൻ്റെ ക്ലോസ് ആയിട്ട് അവനൊന്ന് എടുത്താ കേട്ടോ. എൻ്റെ കണ്ണ് കണ്ടോ, ചെറിയ കൊമ്പാണ്. നല്ല രസമല്ല ഇങ്ങനെ ആനകളെ ഇങ്ങനെ കൃത്യമായി ചേർന്ന് നിന്ന് വിഷ്വലെടുക്കുമ്പോൾ. നല്ല എന്താണേലും സഫാരിയിൽ നമുക്ക് രണ്ടാമത്തെ ആനക്കൂട്ടത്തെ കൂടെ കിട്ടി കേട്ടോ. പറമ്പിക്കുളം ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ കേട്ടോ. ഡാമാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഡാമൊക്കെ നമ്മുടെയാണ്, സ്ഥലവും വെള്ളവും ഒക്കെ നമ്മുടെ ആണെങ്കിൽ ഇതിൻ്റെ അതോറിറ്റി മുഴുവൻ തമിഴ്നാടിനാട്ടോ. തമിഴ്നാടാണ് ഇത് നിയന്ത്രിക്കുന്നത്. വെള്ളം എടുക്കുന്നതും ഇതിൻ്റെ അതോറിറ്റി എല്ലാം തമിഴ്നാടാണ്. സ്ഥലവും വെള്ളവും ഡാമും ഒക്കെ നമ്മുടേതാണെങ്കിലും ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഇപ്പോൾ അവരുടെ കയ്യിലാണ്. അവരാണ് ഇതിൽ വെള്ളം എടുക്കുന്നത് തന്നെ. പറമ്പിക്കുളം സിറ്റിയിലാണ്. നമ്മൾ പറമ്പിക്കുളത്ത് സഫാരി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അമ്പുള്ളിയിൽ സ്റ്റേ ചെയ്തതിന് ശേഷം നമുക്ക് ആനമല ഈവനിങ് സഫാരി നമുക്ക് ലഭിച്ചില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മൾ പറമ്പിക്കുളത്ത് സഫാരി എടുത്ത് വന്നു. ആനയും പോത്തും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഒരുപാട് ആനകളെ കിട്ടിയിട്ടോ. ഇത് സിറ്റിയാണ് ഇവിടെ. പണ്ട് നമ്മളോട് കാണിച്ചിരുന്നത് പിള്ളേരോട് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇത് അവരുടെ സ്ഥിരം പ്ലേ ഗ്രൗണ്ടാണ്. അങ്ങനെ പറമ്പിക്കുളത്ത് സിറ്റിയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങളുടെ സഫാരി വീണ്ടും ഞങ്ങൾ തിരിച്ചു പോവുക കേട്ടോ. ഈ ടെൻഡനീഷയൊക്കെ എടുത്താൽ വൈകുന്നേരം രാത്രിയിലുള്ള സഫാരി കിട്ടും. പക്ഷെ നമ്മൾ സഫാരി എടുത്തുകൊണ്ട് 6:30 കൂടിയൊക്കെ തീർക്കേണ്ടി വരും. അങ്ങനെ പോയപ്പോൾ ദേ പൊന്നോ പുലി, സൈഡിൽ ദേ പുലിയുടെ വിഷ്വല്. ഈ സഫാരി ജീപ്പിൽ കയറിയ മറ്റൊരു പ്രശ്നമുണ്ട് കേട്ടോ. ബസ്സിലൊക്കെ ആകുമ്പോൾ ആൾക്കാരെല്ലാം കൂടെ ഒച്ച വെച്ച് അതിനെ ഓടിച്ചു. ഒരു രക്ഷയില്ലാതായി പോയിട്ടോ. കൃത്യമായി വിഷ്വലെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നല്ലപോലെ നമുക്ക് കാണാമായിരുന്നു. അപ്പോഴാണിത് ഈ ആൾക്കാരെല്ലാം കൂടെ പുലി എന്ന് പറഞ്ഞ് ഈ ബസ്സിലൊക്കെ സഫാരി പോയാലുള്ള ഏക കുഴപ്പം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നല്ലപോലെ വിഷ്വലെടുക്കാൻ പറ്റുമായിരുന്നു. കണ്ണുകൊണ്ട് തീർച്ചയായും നമുക്ക് കാണാൻ പറ്റും. കണ്ണിന് റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ നിന്ന് ആലോചിച്ച് പോയൊരു നിമിഷമായിരുന്നു കേട്ടോ അത്. ഈ ആദിവാസികളുടെ ഒരു അമ്പലമാട്ടെ കാണുന്നത്. ഞങ്ങളിനി സഫാരി കഴിഞ്ഞ് തിരികെ പോവുകയാണ്. അങ്ങനെ പുലിയൊക്കെ കിട്ടി സന്തോഷത്തോടെ യാത്രയായി. തിരിച്ചു വന്നപ്പോൾ വീണ്ടും കാട്ടാനക്കൂട്ടം റോഡ് സൈഡിൽ, അതും തൊട്ട് ചേർന്ന് തന്നെ. അപ്പം നമ്മുടെ മെയിൻ റോഡില്ലേ പറമ്പിക്കുളത്തേക്ക് പോകുന്ന ആ റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. ഇതൊരു 5-6 ഉണ്ട്. എന്നാലും പുറകെ വന്നവന് അത്ര കലിപ്പ് മൂടില്ലാന്ന് തോന്നുന്നു. അവൻ വന്ന ഇല്ലിയുടെ അടുത്തേക്ക് നമ്മുടെ ഉള്ള അരിശം തീർത്താണ് കണ്ടത് കേട്ടോ. ഓടി വന്നിട്ടുണ്ടല്ലോ. അമ്പോ, ഇവൻ ഇത്തിരി പെശകാന്ന് തോന്നുന്നു കേട്ടോ. അവൻ്റെ നിപ്പും കാട്ടായും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അവൻ്റെ ആ രീതി നമുക്ക് മനസ്സിലായി. അവന് ഞങ്ങളെ അങ്ങോട്ട് അത്ര പിടിച്ചില്ല. ഈ ബസ്സായതുകൊണ്ട് അവനാണെങ്കിൽ അവിടെ കിടന്ന് വട്ടം ചുറ്റുക. അവൻ ഞങ്ങളെ നോക്കി ഞങ്ങളുടെ അടുത്തേക്ക് വരണു, ഓടുന്നു. വട്ടം ചുറ്റും നോക്കി കിടന്ന് എന്താല്ലേ. മറ്റാനകളെ കൊണ്ടൊന്നും ഒരു വിഷയമില്ല കേട്ടോ. ഇവന് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒച്ചപ്പാടും ബഹളവും ഒക്കെ തീർത്തുകൊണ്ടിരിക്കുക പുള്ളി. കാലിന് മാന്തി പറിക്കുന്നതുണ്ടോ. നമ്മളോട് ദേഷ്യം കൊണ്ട് പുല്ലെല്ലാം വലിച്ചെറിഞ്ഞ് മുകളിലേക്ക് എറിഞ്ഞ് നോക്കി നിൽക്കുക പുള്ളി കൃത്യമായും ഭയങ്കരമായ ദേഷ്യത്തിലാണ്. എൻ്റെ നോട്ടം കണ്ടോ, ചെവിയൊന്നും ആട്ടാതെ അവനൊരു ഈ മതപ്പാട് പോലെ കാണിക്കുന്നുണ്ടോ കിടന്ന്. പിടിയാനിയാണ്. അലറി വിളിച്ച് നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന സീനാണ് നിങ്ങൾ കണ്ടത്. അവൻ ഈ റോഡ് സൈഡിലായതുകൊണ്ടും ബസ്സായതുകൊണ്ടും പുള്ളി അവിടെ വന്ന് ബസ് അനക്കുന്നില്ലല്ലോ, നിർത്തിയിട്ടേക്കുമല്ലേ. അതുകൊണ്ട് പുള്ളി അവിടെ കിടന്ന് വട്ടം നൃത്തം വയ്ക്കുക കിടന്ന്. ഓടണു, വരുന്നു നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നു, അലറി വിളിച്ച് വരുന്നുണ്ടേ. ഈ ബസ്സിലെ ചേച്ചിമാരെല്ലാം കൂടെ ഒച്ചപ്പാടുണ്ടാക്കി. അതുകൊണ്ടാണ് കേട്ടോ ഈ സൗണ്ട് നമ്മൾ മ്യൂട്ട് ചെയ്തേക്കുന്നത്. കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു ആന ഓടി വരുന്ന കണ്ടപ്പോഴത്തേക്കും. അങ്ങനെ സഫാരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പുള്ളി ആനമല ടൈഗർ റിസോർട്ടിൻ്റെ അകത്തേക്ക്. അപ്പോഴേക്കും കാടിൻ്റെ ഉള്ളിൽ നല്ലപോലെ ഇരുട്ട് ബാധിച്ചിട്ടോ. എന്നെ അപ്പോഴേക്കും ഈ അമ്പുള്ളിയിലെ കെയർടേക്കർ മുരുകൻ വിളിച്ചു കേട്ടോ. ചേട്ടാ അവിടെ പോരുന്ന വഴി ആനയുണ്ടെന്ന്, ആനകൾക്ക് പുല്ല് കൊടുക്കാൻ പോയ ചെക്കന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞു, സൂക്ഷിച്ച് വരണം എന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ കാടുകളിലേക്ക് കയറിപ്പോയി പോരുന്നതാണ്. കാടിനുള്ളിൽ ശരിക്കും ഇരുട്ട് ബാധിച്ചു. എന്നാൽ നേരം അതിന് മാത്രം ആയതുമില്ല കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് ആനയുടെ വിഷ്വൽസൊന്നും കിട്ടിയില്ല കേട്ടോ. ആനയെല്ലാം കയറി പോയെന്ന് തോന്നുന്നു. അമ്പുള്ളി ഇല്ലത്തിൽ നമ്മളത് നൈറ്റ് ഉണ്ടോ, കുന്നിൻ്റെ മുകളിലിരിക്കുന്ന നമ്മുടെ സ്റ്റേഡിൻ്റെ അവസ്ഥ ഉണ്ടോ. നല്ല പുറത്തിറങ്ങി നിൽക്കുക കേട്ടോ. നല്ല തണുത്ത കാറ്റുണ്ട്. എങ്ങും കൂര കുഞ്ഞിരിട്ട്.
മിക്കവാറും തന്നെ കരടി വരുന്ന സ്ഥലമാണ്. മിക്ക ദിവസങ്ങളിലും കരടിയുടെ സെറ്റിംഗ് ഇവിടെ ഉണ്ട്. പകലും രാത്രിയുമൊക്കെ. രാത്രി മിക്കവാറും വരുമെന്ന് പറയണേ, എല്ലാ ദിവസവും തന്നെ. സ്റ്റേയുടെ ഫ്രണ്ടിൽ മ്ലാവ് വന്നിട്ടുണ്ട്. താഴെ ആനയുണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല ഇതുവരെ. ട്രെഡെന്ന് പറയുന്നത് ലൈറ്റ് അടിച്ച് ആദ്യം കിട്ടിയതിനെ കേട്ടോ. ഒരു മ്ലാവിനെ കിട്ടിയായിരുന്നു, പിന്നെ ഒരു കാട്ടുപന്നീനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടും മൂവ് ചെയ്ത് വരുന്നുണ്ട്. ഓടുവാണ്. അങ്ങനെ സ്റ്റേയുടെ തൊട്ട് ചേർന്നാണ്. കുറേ നേരം എല്ലാവരും അവിടെ മുമ്പോട്ട് അടിച്ചിടാം. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഒരു പനി പിടിക്കും. എല്ലാം സ്റ്റേഡ് ചേർന്ന് നിൽക്കോട്ടെ. ഒരുപാടെണ്ണം ഉണ്ട്. എല്ലാം ഉണ്ട്. നിരന്ന് നിൽക്കുക. മ്ലാവുകളെല്ലാം ആയിട്ട് ഇതേ നിൽക്കുന്നുണ്ട് എല്ലാം. മാവും പോത്തും കൂടെ ഒരുമിച്ച് കൂട്ടുകൂടിയ ഭക്ഷണം കഴിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ മുറ്റത്തേക്ക് കയറി വരാൻ നിരന്ന് നിൽക്കുന്ന കേട്ടോ. പോത്തുകളെല്ലാം ഗ്രൂപ്പായി വന്നുകൊണ്ടിരിക്കും കേട്ടോ. എല്ലാം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും. കുറേ തീക്കമുണ്ട് കേട്ടോ. നിരന്ന് നിന്ന് എല്ലാം കൂടെ ഗ്രൂപ്പായി അടുത്ത് നിൽക്കി വന്നുകൊണ്ടിരിക്കുക. ഈ മുറ്റത്തും ഉണ്ട് കുറേ എണ്ണം. അടിപൊളിയല്ല. ഇപ്പോൾ ഇത്രയും ചേർന്ന് വരുന്ന ആദ്യമായിട്ടാണ്. ഞാൻ 2 തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത് മുറ്റത്തേക്ക് കയറി വന്നു. ഇപ്പം അമ്പോ എന്നെ സൈസാന്ന് നോക്കിക്കവൻ. 2 എണ്ണമുണ്ടേ. നമ്മുടെ സ്റ്റേയുടെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന കേട്ടോ. താഴെ നിൽക്കുന്നതെല്ലാം പെണ്ണുങ്ങളാണെന്നോ. ഇതൊക്കെ ആണാണ്, മെയിലാണ്. എന്നെ സൈസ് എന്നെ മസിലാന്ന് നോക്കിയവന്. ഇവനിങ്ങനെ മുറ്റത്തേക്ക് കയറി വരുന്ന സീനാട്ടോ കണ്ടത്. അമ്പോ രക്ഷയില്ല കേട്ടോ. നമ്മൾ വൈകുന്നേരം ഇരുന്ന കല്ലില്ലേ, അതുപോലെ തന്നെ ആ ചെയറുമില്ല. ആ ചെയറിൻ്റെ അവിടെ വന്നത് പുല്ല് തിന്നുന്നുണ്ടോ. നടന്ന് മുറ്റത്തേക്ക് കയറി വരും കേട്ടോ. വാതക്കൽ വരെയായി ഇപ്പം. അങ്ങനെ ഇറങ്ങിപ്പോവാണ് അവിടെ. മാവുകളുടെ കൂട്ടെല്ലാം അവിടെ വന്നിരിക്കും. പോത്തുകളിവിടെ, മാവും കുഞ്ഞുങ്ങളവിടെ, മാവ് മാന് എല്ലാം ഉണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ അമ്പുള്ളിയിൽ നിന്നും ഉള്ള നമ്മൾ രാത്രി കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. നമ്മളിതിൻ്റെ പുറത്തിറങ്ങി നിൽക്കുക കേട്ടോ. നല്ല തണുത്ത കാലാവസ്ഥ കേട്ടോ. സൺറൈസ് എന്ന് പറയാൻ പാകത്തിന് ജസ്റ്റ് ഒരു കളർ മാറ്റേ ഉള്ളൂ. മഴക്കാറുണ്ട്, നല്ല തണുപ്പുണ്ട്. കോടമഞ്ഞിട്ടാണോ ഒക്കെ നമുക്ക് കിട്ടിയില്ല കേട്ടോ. അമ്പുള്ളിയിൽ വന്നിട്ട് കരടിയെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കഴിഞ്ഞ തവണ വന്നപ്പം കരടിയെ കിട്ടിയത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കേട്ടോ കാണുന്നേ. രാവിലെ നിതിനാട്ടോ നമ്മൾ വിളിച്ച് കാഴ്ച വന്ന്. നിതിൻ രാവിലെ അവിടെ പോയി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഓപ്പോസിറ്റ് ആയിരുന്നു അവൻ ഇറങ്ങി വരുന്നത്. അവൻ ആ ചപ്പിക്കട പോകണമുണ്ട്. പുല്ല് നല്ലപോലെ ഉള്ളതുകൊണ്ട് അവൻ ചപ്പിക്കട പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റണില്ല കേട്ടോ. നമുക്കിവിടെ വന്നാൽ അങ്ങനെ നടന്നു പോയി എടുക്കാനുള്ള ഒരു അനുവാദവുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റേയുടെ മുന്നിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വിഷ്വലാട്ടോ അത്. നമ്മുടെ ഓപ്പോസിറ്റ് താഴെ ആവശ്യമായതുകൊണ്ടും അങ്ങേ കരയിലായതുകൊണ്ടും നമുക്ക് അത്യാവശ്യമൊക്കെ കാണാൻ പറ്റും. ഈ കരടികളെ മിക്കവാറും നമുക്കിവിടെ കിട്ടും കേട്ടോ. ഈ കരടികളുടെ ഒരു വിഹാര കേന്ദ്രമാണ് ഈ അമ്പുള്ളിയിൽ. ഇതുപോലെ കരടികളെയും പോത്തുകളെയും ആനകളെയൊക്കെ നമ്മുടെ തൊട്ടടുത്ത് കാണണമെങ്കിൽ നേരെ വിട്ടോ മക്കളെ അമ്പുള്ളിയിലേക്ക്. ഒരു വിഷയവുമില്ല. ഇതിനെല്ലാം നമുക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റും. ഭാഗ്യമുണ്ടെങ്കിൽ പുലികളെ വരെ നമുക്കിവിടെ കിട്ടും കേട്ടോ. പുലികളും എപ്പോഴും മൂവ്മെൻ്റുള്ള ഏരിയയാണ്. ഇതേ കരടികൾ എന്താണെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മുടെ ഞാവൽപ്പഴം പഴുത്ത് കിടക്കുന്നതുകൊണ്ട് നല്ല കരടി സൈറ്റിംഗ് ഉണ്ടായിരുന്നു. 3, 4, 5 എണ്ണം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത്.
നമ്മുടെ ഈ സ്റ്റേയുടെ ഇവിടെ തന്നെ ഒരു കരടിയുണ്ട്, അത് രണ്ട് കുഞ്ഞുങ്ങളുള്ള ഒരു സാധനമെന്ന് പറഞ്ഞാൽ അത് എന്നും ഇതിൽ വരും. ഇത് ഡെയിലി വരുന്നതാണ്. നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് അതിനെയും കിട്ടും. ഞങ്ങൾ ഇന്നലെ രാത്രി മുഴുവൻ നോക്കിയിരുന്നിട്ട് അവനെ കിട്ടിയില്ല. പക്ഷേ രാവിലെ അവനവിടെ മൂവ് ചെയ്തിട്ടുമുണ്ട്. ചപ്പിക്കൂടെ പോകുന്നുണ്ടോ അവൻ? പുള്ളി എന്തൊക്കെയോ അങ്ങനെ തിരഞ്ഞെടുക്കും. നമ്മൾ ഈ സമയത്തൊക്കെ സഫാരി ഒരു 7 മണി സമയം ആട്ടത്, 7 മണി 7:15 ആയതുള്ളൂ. ഈ സമയത്ത് സഫാരി വണ്ടി വന്നിരുന്നെങ്കിൽ നമുക്ക് അവന് കൃത്യമായി എൻ്റെ അടുത്തേക്ക് പോകാമായിരുന്നു. മരത്തിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. എന്നാലും കരടി കാഴ്ചകളൊക്കെ നമുക്ക് കണ്ണുകൊണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ വിഷ്വലൊക്കെ എടുക്കാൻ കിട്ടി. ഇങ്ങനെയുള്ള വിഷ്വൽസ്, ഇങ്ങനെയുള്ള ആനിമൽസിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാട്ടോ ഈ അമ്പുള്ളിയിലം. അപ്പോൾ ആനമല ടൈഗർ റിസർവിൽ ഏറ്റവും നല്ല സൈറ്റിങ് കിട്ടുന്ന സ്റ്റേ ഏതാണെന്ന് വെച്ചാൽ തീർച്ചയായും അമ്പുള്ളി ഇല്ലം തന്നെയാണ്. നല്ല സൈസാണ്. നമ്മൾ ഓപ്പോസിറ്റ് മലയിൽ നടക്കുന്നതാണ്. അങ്ങേ മലയിൽ കോട തങ്ങി നിൽക്കുന്നതുണ്ടോ? സാധാരണ ഈ സ്റ്റേയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്കും സ്റ്റേയുടെ മുമ്പിലേക്ക് കോട അടിച്ച് കയറി വരുന്നത്. എന്താണ് ഇത്തവണ കോടയൊന്നും വന്നില്ല, പക്ഷേ സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. അവിടെ നല്ല തണുപ്പായിട്ടോ. നീ മാത്രം ജാക്കറ്റ് ഇട്ടോളൂ. എനിക്ക് തണുപ്പം അത് പറ്റത്തില്ല. ഹായ് ഉണ്ണി, ഗുഡ് മോർണിംഗ്. കരടി കുഞ്ഞിൻ്റെ കാഷ്ടമാണിത്. നമ്മളെ ഷെഡിന് മുമ്പിലാണ് കരടി വന്നത്. എന്നും വന്ന് ഈ ഷെഡ് ഓപ്പൺ ചെയ്യുമെന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ അടച്ചിട്ടതായിരുന്നു, മുരിങ്ങത് അടച്ചിട്ടതിന് ശേഷം പക്ഷേ ഇതൊന്നും രാത്രി വന്ന് തള്ളി തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വന്ന് കിടക്കും. പാവം മയിലുകൾ മഴ നനഞ്ഞേക്കും. നമുക്കുള്ള സഫാരി വണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് സഫാരി ചെയ്യുന്നതിനാണെങ്കിൽ നമുക്കിത് ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഇവിടുന്ന് മുരുകനോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി നമ്മുടെ സഫാരി ഇത് വരുന്നത്. ഈ മഹീന്ദ്രയുടെ ഒരു ക്യാൻഡർ പോലത്തെ സാധനമാണ്. നമ്മുടെ അമ്പുള്ളിയിലത്തിൽ വന്ന് എടുത്ത് പിക്ക് ചെയ്ത് നമ്മൾ സഫാരി കൊണ്ടുപോയി. പിന്നെ ഇതിൻ്റെ ആ മോർണിംഗ് ലഭിക്കും കേട്ടോ. അതുപോലെ തന്നെ കോഴിക്കാമ്പത്തേക്ക് ആനക്യാമ്പിൻ്റെ അങ്ങോട്ട് ആ ഭാഗത്തേക്കാണ് സഫാരി ഇവിടെ മുഴുവൻ പോകുന്നത് തന്നെ. അങ്ങനെ നമ്മുടെ സ്റ്റേയിലേക്ക് നമ്മുടെ സഫാരി വണ്ടി എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നാലും നൈറ്റ് നമുക്ക് കൂടുതലായി വിഷ്വൽസൊന്നും നമുക്കിവിടെ ലഭിച്ചില്ല. കുറച്ച് കാട്ടുപോത്തും മ്ലാവൊക്കെയാണ് ലഭിച്ചിരുന്നത്. ഇനി നമുക്ക് സഫാരിയിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞ് നല്ലൊരു ക്ലൈമറ്റിലാണ് നിൽക്കുന്നത്. വണ്ടി കയറി വരുന്നുണ്ട്. ഇവിടെ ക്യാൻഡറും അതുപോലെ തന്നെ വാനും ലഭ്യമാണ് നമുക്ക്. സഫാരി വണ്ടി നമ്മുടെ ഇതിലേക്ക് എത്തി. നമ്മുടെ സഫാരി അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടേ എന്താണെങ്കിലും തലേ ദിവസം പറമ്പിക്കുളത്താണ് സഫാരി എടുത്തെങ്കിൽ രാവിലെ എന്താണെങ്കിലും ഒരു ജിപ്സി പോലത്തെ ക്യാൻഡർ വിടാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമുക്കുള്ള സഫാരി വണ്ടി വന്നു. പക്ഷേ അത് അല്പം ലേറ്റായിട്ടാണ് വന്നത്. ഏകദേശം 8 മണിയായി വന്നപ്പോൾ. പിന്നെ ഫസ്റ്റിൽ നമുക്ക് കാട്ടുപോത്തുകളുടെ സൈറ്റിങ് കണ്ടു. കുറേ എണ്ണം മേഞ്ഞ് നടക്കുന്നുണ്ട് മുകളിൽ. പിന്നെ രസമല്ലേ ഇതൊക്കെ മയിലങ്ങനെ ചപ്പിനിടയിൽ പീലി അങ്ങനെ തേക്കുന്ന ഒരു കാഴ്ച. മറ്റൊരുത്തൻ മരത്തിൻ്റെ അങ്ങ് മുകളിലാട്ടോ നിൽക്കുന്നത്. ഈ മയിലുകളൊരു അഴക് തന്നെയാണ് കേട്ടോ. അതുപോലെ വേറൊരു കുരങ്ങൻ കയറിയിരിക്കുന്നു, കരിങ്കുരങ്ങ്. അമ്പുള്ളി വന്നിട്ട് എങ്ങനെ ആനകളെ കാണാതെ പോകുന്നത്? രാത്രിയിൽ ഞാൻ പറഞ്ഞ ആ മുരുകൻ പറഞ്ഞ ആ ഗ്രൂപ്പാന്ന് തോന്നണം കേട്ടോ. ആ റോഡിൽ നിന്നായിരുന്നു. അവരെ കണ്ടുകൊണ്ട് മിക്കവാറും അവിടുന്ന് വഴിമാറി പോയതാണ്. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ഇവിടെ വിഷ്വൽ കിട്ടാതെ പോയത്, ഇവരെ സൈറ്റിങ് കിട്ടാതെ പോയത് അതുകൊണ്ടായിരിക്കും. എന്നാണല്ലോ അമ്പുള്ളിയുടെ താഴെ വശത്ത് കരയിലായിട്ട് നിൽക്കുന്നു 4 എണ്ണം 5 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഇങ്ങേ സൈഡിലുണ്ട്. പക്ഷെ എന്നിട്ട് റോഡിലുണ്ടായിരുന്ന 7 എണ്ണമുള്ള ഗ്രൂപ്പായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ അപ്പുറം എവിടെയെങ്കിലും ഉണ്ടോയെന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ഇപ്പോൾ 5 എണ്ണമേ ഉള്ളൂ. ഒരു കുഞ്ഞു കുട്ടിയുണ്ട് എൻ്റെ കൂടെ.
അങ്ങനെ മേയും കേട്ടോ. അപ്പോൾ നമുക്ക് അമ്പുള്ളി വന്നിട്ട് ആന കിട്ടി, പോത്ത് കിട്ടി, കരടി കിട്ടി, പറമ്പിക്കുളത്തെ സഫാരിയെ പുലിയെ വരെ കിട്ടി. അപ്പോൾ നമുക്ക് തീർച്ചയായും കിടിലൻ സൈറ്റ് ചെയ്യുന്ന ഒരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത്. ആനകളെന്തോ നമ്മുടെ സാമീപ്യം തിരിച്ചറിഞ്ഞിട്ടാണോ എന്തോ കുട്ടിയെ മറച്ചു കേട്ടോ പെട്ടെന്ന് തന്നെ. അവയെ അതിൻ്റെ ഉള്ളിലാക്കി നിൽക്കുന്നതുണ്ടോ, നമ്മുടെ സാന്നിധ്യം ഇക്കരെയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. അമ്പുള്ളി ഇല്ലത്തിൻ്റെ സ്റ്റേയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്ക് 3500 പ്ലസ് ടാക്സും 3 പേർക്ക് അഡീഷണൽ ഒരാൾക്ക് 1000 രൂപ കൂടെ വരും. ടോട്ടൽ 5212 രൂപ ഞങ്ങൾക്ക് ആയത് 3 പേർക്ക് വരുമ്പോൾ. ഒരു റൂമിൽ 3 പേർക്ക് ആണ് അലോട്ട് ചെയ്യുന്നത്. 4 പേര് 4 റൂമുകളാണുള്ളത്. ATRPollatchi.com എന്ന വെബ്സൈറ്റിൽ കയറി അമ്പുള്ളിയെല്ലാം സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഈ കിടിലൻ സ്റ്റേയിൽ വന്ന് താമസിക്കാം. ഞങ്ങൾ വാൽപ്പാറ വഴിയായിട്ട് ഇങ്ങനെ കയറി പോകുന്നത്. എന്താ ക്ലൈമറ്റ് നോക്കിയാൽ ഒന്നും കാണാൻ പാടില്ലാത്ത അവസ്ഥയായി, ശക്തമായ കാറ്റും. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനോഹരമായൊരു വ്യൂ പോയിൻ്റ് ആട്ടോ ഇത്. പക്ഷേ കോടയിൽ കുതിർന്ന് നിൽക്കുകയാണ് ഇപ്പം. വണ്ടികളെല്ലാം ലൈറ്റിട്ട് ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്. തൊട്ട് മുന്നിൽ എന്തെന്ന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ക്ലൈമറ്റായി. കോടയിൽ കുളിച്ച് നിൽക്കുന്നു. തലനാറിലേക്ക് ഇറങ്ങുന്ന വഴിയാണ്. അങ്ങനെ അമ്പുള്ളിത്തുനിന്ന് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് ആളിയാർ വാൽപ്പാറ വഴിയാട്ടോ. വാൽപ്പാറ തേയിലത്തോട്ടത്തിൽ നിൽക്കുന്ന കാട്ടുപോത്തുകളുടെ വിഷലും ഉണ്ടോ. കുഞ്ഞുങ്ങൾ കയറുന്നുണ്ട്. അവയിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ വന്നിരിക്കുന്ന സമയം കേട്ടോ. കുറേ ആൾക്കാർ അതിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇത് ഫോറസ്റ്റുകാരാണോ എന്താണ്, നമ്മളോട് എന്താണല്ലോ വണ്ടി അവിടെ നിന്ന് മാറ്റി അവിടെ നിർത്തരുതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇപ്പുറം മാറ്റി നിർത്തി. എന്നാലും ഇവരെല്ലാം അതിൻ്റെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട്. ഫോറസ്റ്റുകാരാണോ നാട്ടുകാരാണോ എന്നറിയത്തില്ല. എന്നാലും ഇവയെല്ലാം റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്രവശത്ത് വലിയൊരു ഗ്രൂപ്പ് നിൽപ്പുണ്ട് കാടിനുള്ളിൽ. അങ്ങേവശം കാടാണേ. മുമ്പോ ക്രോസ് ചെയ്യുന്നു. വണ്ടിയുടെ തൊട്ടടുത്തോടെ ക്രോസ് ചെയ്യുന്നുണ്ടോ. ഈ വാൽപ്പാറ ഇതുപോലെ വന്യമൃഗങ്ങളുടെയും കാലാവസ്ഥയെ കൊണ്ടും ഒക്കെ അടിപൊളിയൊരു സ്ഥലം കേട്ടോ. നമുക്ക് പോത്തിനെ കിട്ടും, ആനയെ കിട്ടും, പുലിയെ കിട്ടും. അതുപോലെ നല്ല ക്ലൈമറ്റ്. ഇപ്പോഴാണെങ്കിൽ മൺസൂൺ ആയതുകൊണ്ട് മഴ പെയ്തിരിക്കുന്നതുകൊണ്ട് കിടിലൻ ക്ലൈമറ്റാണ്. കോടയും തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് വാൽപ്പാറ കിടിലൻ അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ വാൽപ്പാറ നിങ്ങൾക്ക് ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എന്നാ ഹെവി സീനാന്ന് നോക്കിക്കേ. ഒറ്റയാ നിൽക്കണുണ്ടോ തേയിലത്തോട്ടത്തിൽ. അവൻ്റെ തല മാത്രമേ കാണാവുള്ളേ. എന്നാ തലയെടുപ്പാന്ന് നോക്കി അവൻ ഇറങ്ങി വരുന്നുണ്ടോ നമ്മുടെ അടുത്തേക്ക്. എന്നാ വിഷ്വലാന്ന് നോക്കിക്കേ. ഒറ്റാനാണ് ശരിക്കും. അവനങ്ങനെ മതിച്ച് നടക്കും കേട്ടോ. കാടിനുള്ളിൽ അങ്ങനെ കാടല്ല കേട്ടോ, തേയിലത്തോട്ടത്തിന് നടുവിൽ അവനങ്ങനെ നിൽക്കുവാണ്. ഇവനാ നിൽക്കുന്ന ഒരു സീൻ ഞങ്ങൾ വരുമ്പോൾ കണ്ട സീൻ അതാട്ടോ. അവൻ്റെ തല മാത്രമേ കാണാം. അങ്ങനെ അമ്പുള്ളി ഇല്ലത്തു നിന്നുള്ള കാഴ്ചകളിലൂടെ അവസാനിക്കുക കേട്ടോ. കാടും കാട്ടിലേക്കുള്ള യാത്രകളും എന്നും ഒരു ഹരം തന്നെയാണ്. കാട്ടിലേക്കുള്ള യാത്രകൾ സൈറ്റിങ്സിനൊക്കെ ഈ സമയങ്ങളിൽ വന്നാൽ പച്ചപ്പും മറ്റു കാര്യങ്ങളും കൂടുതലായിട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് കേട്ടോ. സൈറ്റിങ്സിനൊക്കെ ഉപരി ഇപ്പോൾ നല്ല കാടിന് നല്ല ഭംഗിയുള്ള സമയമാണ്. അതുകൊണ്ട് കാട്ടിലേക്കുള്ള യാത്രകളിൽ എന്നും സൈറ്റിങ് വേണമെന്നുള്ള ഇതിലല്ല, നമ്മൾ കാട് കൂടി ആസ്വദിക്കുക.